ദേശീയ ഗെയിംസിന് അരങ്ങുണരുമ്പോൾ സംസ്ഥാനത്തെ 29 വേദികളിലായി 34 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇതിൽ 6 ഇനം മത്സരങ്ങൾക്കാണ് എറണാകുളം വേദിയാകുന്നത്. ആർച്ചറി, ബാഡ്മിന്റൺ, ഫെൻസിംഗ്, ലോൺ ബൗൾസ്, ടേബിൾ ടെന്നീസ്, യോട്ടിംഗ് എന്നീ മത്സരങ്ങൾക്കായാണ് എറണാകുളത്തെ 5 വേദികൾ തയ്യാറാകുന്നത്. കൊച്ചി നഗരത്തിനുള്ളിൽ 2 വേദികളാണ് സജ്ജമാക്കിയിട്ടുള്ളത് എങ്കിൽ നഗരത്തിനു പുറത്ത് 3 ഇടങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. സിയാൽ കൺവെൻഷൻ സെന്ററും ഗോൾഫ് കോഴ്സും പിന്നെ മുനമ്പം ബീച്ചുമാണ് നഗരത്തിന് പുറത്ത് നടക്കുന്ന മത്സരങ്ങൾക്ക് ആതിഥ്യമരുളുക. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ കൺവെൻഷൻ സെന്റർ ഫെൻസിംഗ് മത്സരങ്ങൾക്കായാണ് ഒരുങ്ങുന്നത്. ഫെബ്രുവരി 9 മുതൽ 13 വരെ നടക്കുന്ന ഫെൻസിംഗിൽ 240ഓളം താരങ്ങൾ പങ്കെടുക്കും. 1000 പേർക്കുവരെ ഒരേ സമയം വാൾപയറ്റ് മത്സരം കാണുന്നതിന് സൗകര്യമൊരുക്കുന്നതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടന്നുവരികയാണ്. കായിക മത്സരങ്ങളിൽ പ്രധാനപ്പെട്ടതും എന്നാൽ കേരളത്തിൽ അധികം അരങ്ങേറിയിട്ടില്ലാത്തതുമായ ലോൺ ബോൾസ് മത്സരങ്ങൾക്കാണ് സിയാൽ ഗോൾഫ് കോഴ്സ് വേദിയാകുന്നത്. വിദേശ രാജ്യങ്ങളിൽ റിട്ടയർമെന്റ് സ്പോർട്സ് എന്നറിയപ്പെടുന്ന ലോൺ ബോൾസിനായി നെടുമ്പാശ്ശേരിയിലെ പച്ചപ്പുൽ മൈതാനത്ത് പന്തുരുളുമ്പോൾ കാഴ്ചക്കാർക്ക് അത് ഒരു പുതിയ അനുഭവമാകും. ഫെബ്രുവരി 1 മുതൽ 9 വരെ നടക്കുന്ന ലോൺ ബോൾസിൽ പങ്കെടുക്കാൻ 96 താരങ്ങളാണ് എത്തുന്നത്. വിനോദസഞ്ചാരത്തിന് ഏറെ പേരുകേട്ട കൊച്ചിയിലെ മുനമ്പം ബീച്ച് പായ് വഞ്ചികളുടെ മത്സരയോട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുക. കടലിൽ വെച്ച് നടക്കുന്ന ഏക മത്സരമാണ് യോട്ടിംഗ് എന്ന പ്രത്യേകതയുമുണ്ട്. വിദേശ നിർമ്മിത വഞ്ചികളാണ് റേസിനായി ഉപയോഗിക്കുന്നത്. 15 റേസാണ് മത്സരത്തിലുള്ളത്. ഒരു ദിവസം 3 റേസാണ് അനുവദിക്കുക. അങ്ങനെ 5 ദിവസങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. ഓരോ റേസിലെയും പോയിന്റ് അടിസ്ഥാനത്തിലാണ് വിജയികളെ തീരുമാനിക്കുന്നത്. തുഴ ഉപയോഗിക്കാതെ കാറ്റിന്റെ ഗതിക്കനുസരിച്ചാണ് പായ് വഞ്ചികളുടെ മത്സരയോട്ടം. വ്യക്തിഗത ഇനമായ യോട്ടിംഗിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് 5 പേരാണ് പങ്കെടുക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ 5 വരെ നടക്കുന്ന യോട്ടിംഗ് മുനമ്പം ബീച്ചിലേക്ക് ഏറെ കാണികളെ ആകർഷിക്കും എന്ന് കരുതുന്നു. കൂടുതൽ ദൂരവും കൂടുതൽ വേഗവും തേടി കായിക താരങ്ങൾ പൊരുതാനിറങ്ങുമ്പോൾ അവർക്ക് കൂടുതൽ ആവേശം പകർന്ന് ദേശീയ ഗെയിംസിന്റെ ആരവങ്ങളിലേക്ക് ഉണരുകയാണ് കൊച്ചി. 27 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെത്തുന്ന ദേശീയ ഗെയിംസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് കൊച്ചിയിലെ കായിക പ്രേമികൾ. ദൂരദർശൻ വാർത്തകൾക്കു വേണ്ടി മുനമ്പത്തു നിന്നും ജയചന്ദ്രൻ.